നല്ലൊരു സേമിയ പായസമാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ 1 ലിറ്റർ പാല് കാച്ചി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/4 ഗ്ലാസ് ചവ്വരി ചേർത്ത് വേവിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ച ശേഷം മാത്രമേ ചവ്വരി ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഒരു ചീനച്ചട്ടി വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് ഇളക്കണം. സേമിയ നന്നായിട്ട് റോസ്റ്റായി ചെറുതായിട്ട് നിറം മാറി വരണം. ഇവിടെ 2 ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി തിളപ്പിച്ച വെള്ളത്തിൽ സേമിയ വേവിച്ചെടുക്കാം. സേമിയ വെന്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റ് ഇളക്കിയ ശേഷം കാച്ചി വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. 1 പിടി കശുവണ്ടി മുന്തിരിങ്ങയും 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുത്ത ശേഷം പായസത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 6 ഏലക്ക ചെറുതായിട്ട് പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കാം. അവസാനമായിട്ട് ഇത്രയും പായസത്തിന് 3 തവി പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പായസം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ പായസത്തിലെ മധുരം സേമിയയിലും ചവ്വരിയിലും പിടിച്ചതിന് ശേഷം കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പായസം കുറച്ചുകൂടി കട്ടിയാകാനും സാധ്യതയുണ്ട് തണുത്ത് കഴിയുമ്പോഴേക്കും. പായസത്തിന് കട്ടി കൂടുതലാണെന്ന് തോന്നിയാൽ പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമോ ചേർത്ത് ഇളക്കി പാകപ്പെടുത്തി എടുക്കാവുന്നതാണ്. പായസം ചൂടോടുകൂടിയോ തണുത്തതിന് ശേഷമോ കഴിക്കാവുന്നതാണ്. പാൽപ്പായസത്തിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ട്രിവാൻഡ്രംകാരുടെ ബോളി. ഇത്തരത്തിൽ സേമിയ പായസം വെച്ച് ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്